അങ്ങനെ എന്നെ ആന കൊമ്പിൽ കൊണ്ടുനടന്നിട്ട് കുലുക്കി തറയിലിട്ടിട്ട് വീണ്ടും ഒരു ഊതത്തോടെ കുത്തി. അപ്പോൾ എൻ്റെ ഈ കുടലൊക്കെ ഇങ്ങനെ വെളിയിൽ കിടന്നു. കുടലിടേണ്ട പൊസിഷനിലല്ല ഇട്ടത്. പിറ്റേ ദിവസം പത്രമെല്ലാം എഴുതി ഞാൻ മരിച്ചുപോയി. എത്ര തവണ കുത്തി കുടല് വരെ പുറത്ത് വന്നിട്ടും അതേ തൊഴിലിലേക്ക് തിരിച്ചു വരാൻ തോന്നിക്കുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിസ്സാര കാര്യത്തിന് വയലൻ്റ് ആകുന്ന ഒരു മൃഗമാണ് ആന. ഒരാളെ കൊല്ലിക്കണയിൽ കാലനിക്കാൻ മതി ചെയ്യുവാന. ചിലർ ശിക്ഷിക്കും. ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഇരട്ടിയാവും. ചെറിയ ശിക്ഷയൊക്കെ കൊടുത്തേ പറ്റൂ. ഒരു ആനക്കാരൻ്റെ ജീവിതമല്ലേ. ഇടയലും അതുപോലെ തന്നെ മതം പൊട്ടലും രണ്ടും രണ്ടല്ലേ. മതപ്പാടിൻ്റെ ആരംഭഘട്ടത്തിൽ ഇനി ചെളിയാ ചാടുക. നമ്മുടെ വാട പിടിച്ചിട്ടാണ് ഇത് നമ്മുടെ കൂടെ വരിക. നമ്മുടെ സ്മെല്ല് നമുക്ക് പറ്റുന്നത് ഒന്നേ ഉള്ളൂ. എവിടെയെങ്കിലും ആനയ്ക്ക് കയറി വരാൻ പറ്റാത്ത മാർഗത്തിൽ നമ്മൾ ചെന്നപ്പെടുക. അല്ലെങ്കിൽ ആന നമ്മുടെ കൂടെ ഉണ്ടാവും. തർക്കമൊന്നുമില്ല. നമ്മളെ ആന കൊന്നിരിക്കും. ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ അപ്പു നിൽക്കടാന്നൊക്കെ പറഞ്ഞ് വികാരാധീനനായി പറയുമ്പം ഒരിക്കലും ഒരു ആന നിൽക്കില്ല അല്ലേ. പെണ്ണിനെ കിട്ടാനൊന്നും ഒരു പ്രയാസമില്ല ആനക്കാർക്ക്. ശുദ്ധ അബദ്ധമാണ്.